കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കുറെ വിദേശ താരങ്ങളുടെ സൈനിങ് നടത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ സൈനിങ് ആയിട്ട് ഇന്നത്തെ ബർത്തോമിന്റെ സൈനിങ്ങിനെ പറയാം. കാരണം ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള താരങ്ങളിൽ നിന്നും അത്യാവശ്യം നമുക്ക് കൃത്യമായിട്ടൊരു ട്രാക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റിയ താരം ബർത്തോമിയാണ്. കാരണം അദ്ദേഹം എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏഷ്യൻ സാഹചര്യങ്ങളുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ടുള്ള താരമാണ്. AFC ചാമ്പ്യൻസ് ലീഗ് 1, ചാമ്പ്യൻസ് ലീഗ് 2, പിന്നെ ഇറ്റാലിയൻ ലീഗായിട്ടുള്ള സീരി ഡി, അങ്ങനെ ഒരുപാട് ഫുട്ബോൾ ലീഗുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഹോങ്കോങ് ലീഗിൽ കളിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ ഒരുപാട് എക്സ്പീരിയൻസുകളുടെ വലിയ അനുഭവ സമ്പത്തിന്റെ ഭാണ്ഡക്കെട്ട് അയാളുടെ കയ്യിലുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൈനിങ് ആണ്. മറ്റു താരങ്ങളുടെ ഒന്നും ഒരു പ്രോപ്പർ ഹൈലൈറ്റ് പോലും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പക്ഷേ ബർത്തമേന്റെ കാര്യത്തിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം UCL 2-ൽ നേടിയ ഗോൾ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയാൻ പറ്റുന്നതാണ്. പിന്നെ ആളിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പറയാനാണെങ്കിൽ യൂറോപ്പിലും ഏഷ്യയിലും വിവിധ ലീഗുകളിൽ കളിച്ച് തെളിയിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. സ്പെയിനിലെ ജിംനാസ്റ്റിക് ടി ടരഗോണ, CF അസ്കോ, EA പ്രാറ്റ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് പുറമെ അദ്ദേഹം ഹോങ്കോങ്ങിലെ ഹോങ്കോങ്ങിലെ ഏറ്റവും ഉയർന്ന ലീഗായിട്ടുള്ള പ്രീമിയർ ലീഗിലെ ഈസ്റ്റേൺ FCക്ക് വേണ്ടിയിട്ടും ഇന്തോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഗ്രസിക് യുണൈറ്റഡ് FCക്ക് വേണ്ടി എല്ലാം അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വേഗതയേറിയ നീക്കങ്ങളും ആക്രമണോത്സുകതയും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിനെ വളരെ മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ജോസഫ് പ്രിറ്റോ കുര്യോസ് ഈ ഒരു സ്ട്രൈക്കറിൽ നിന്നും നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ജോസുവിന്റെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അജിസലിനോടൊപ്പം ചേർന്ന് മുന്നേറ്റ നിരയിൽ വിസ്ഫോടനാത്മകമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു താരത്തിന് കഴിയും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ സൈൻ ചെയ്ത ഏറ്റവും മികച്ച താരമാണ് ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള പ്രവേശനത്തിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണം. അതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് താഴെ വന്ന് എന്നെ ഈ ഫുട്ബോൾ കളിക്കാൻ വിളിക്കുന്നുണ്ട്. ഒരു മാച്ച് കളിച്ചിട്ട് ഞാൻ വന്ന് ബാക്കി ചെയ്യാം. ബൈ.